அதாவது இவங்க 2 பேர் அடிச்சுக்கிற மாதிரி அடிச்சுப்பீங்களா? நாங்கள் அது நம்பணுமா? மக்கள் அது நம்பணுமா? இட்ஸ் ராங் ப்ரோ, இட்ஸ் வெரி ராங். തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ DMK പ്രസിഡന്റ് MK സ്റ്റാലിൻ്റെ ലാസ്റ്റ് പോസ്റ്റാണ് ഞാൻ പറയുന്നത്. CBI ED IT വരിസയിൽ സെൻസർ ബോർഡും മിണ്ടിയ பாஜக அரசியலின் പുതിയ ആയുധமாக മാറിയുള്ളത്. കടുമயான കണ്ടനങ്ങൾ. സത്യം, നിങ്ങൾക്ക് പൊളിറ്റിക്സ് അല്ല വേണ്ടത്, സിനിമയാണ് വേണ്ടത്. സിനിമയിലേക്ക് വരൂ. MK സ്റ്റാലിൻ സിനിമയിലേക്ക് പോകും. താങ്കളുടെ മകൻ ഉദയനിധി സ്റ്റാലിനെയും കൂടെ കൂട്ടുപിടിച്ചോളൂ. രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും സിനിമയിലായിരിക്കും ബെറ്റർ പൊളിറ്റിക്സിനെക്കാട്ടിയും. ഇതാരാണ് ചെയ്തത്, ഇതിൻ്റെ പിറകിൽ ആരാണെന്നൊന്നും നിങ്ങളൊന്നും അല്ലേ? അപ്പോൾ ആരാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടെന്നാണ് നിങ്ങളെ വിചാരമല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെ ആ വിചാരം ഇരുന്നോട്ട് അവസാന സമയത്ത് ഒരു സപ്പോർട്ട്, അതായത് നിങ്ങളല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഈ 14-ാം തീയതിയുള്ള പടം 10-ാം തീയതി ആക്കിയത് വേറെ ഒരു പ്രശ്നത്തിനുമല്ല. അല്ലെങ്കിൽ ഒരാവശ്യവും ഇല്ലാതെ 23-ാം തീയതി ഒരു റിലീസ് പടം ഇറക്കുന്നത് വേറെ ഒരു പ്രശ്നത്തിനുമല്ല. ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണം. ഇതൊന്നും നിങ്ങളുടെ ഒരു അജണ്ടയിലും ഇല്ല, നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇതിലില്ല. നിങ്ങളുടെ പാർട്ടി ഇതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയ്യാ നീ കേട്ടത് ശരിയാ, കാടളക്കി വന്ന കൊമ്പനക ഞമ്മ അങ്ങ് പൊളുത്തി കിടക്കണ്. ഉടനെ അഭിനയിച്ച് തള്ളയാണ്. ലാസ്റ്റ് ഒരു ലേറ്റസ്റ്റ് പോസ്റ്റ്, பாஜகவின் புதிய அரசியல் ஆயுதமாக സെൻസർ ബോർഡ് മാറിയുള്ളത്. ഇത് സൺ TV ന്യൂസ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കണ? സൺ TV ന്യൂസ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കണ? നിങ്ങളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നെന്ന് എല്ലാവർക്കും അറിയാം. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൺ TV ഇവരുടെ DMK ആയിട്ടുള്ള ബന്ധമുള്ള ഒരു ചാനലിൽ ഇപ്പോൾ വിജയുടെ പാട്ടിടാറില്ല, വിജയുടെ സിനിമകൾ ഇടാറില്ല, വിജയുടെ ഒരു പരിപാടികൾ ഇടാറില്ല. ഇവർ ഭയങ്കര ഹേറ്റ് ക്യാമ്പയിനാണ് ഇപ്പോൾ വിജയിൻ്റെ കൂടെ. കാരണം പുള്ളി സത്യം പറയുന്നതുകൊണ്ടാണ് പുള്ളിയെ ഇവർക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് അവസാന രാത്രി വന്നിട്ട് സെൻസർ ബോർഡ് ശരിയല്ല കേട്ടോ, അത് മോശമായിരുന്നു കേട്ടോ, പുറകിലിങ്ങനെ സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിനൊക്കെ ചേർന്ന് ഇപ്പം ഇങ്ങനെ ഇരിക്കണേ, ഇപ്പം എന്നെ പണ്ണുവേ. അങ്ങനെ ഒറ്റയ്ക്ക് ആരുമില്ലാതെ പടം ഇറക്കിയപ്പോൾ പണി കിട്ടിയല്ലോ. പരാശക്തി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. പരാശക്തി ഒന്ന് റിവ്യൂ നിങ്ങൾ കണ്ടതാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. നിങ്ങളത് അറിഞ്ഞ് കാണും പരാശക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന്. അപ്പം ആകെ അവരുടെ അജണ്ട ഇതായിരുന്നു സോളോ റിലീസ്. അത് നന്നായിട്ട് അവരുടെ ആ പ്ലാൻ വഴിയൊക്കെ എല്ലാം കിട്ടി. സോളോ റിലീസും കിട്ടി, സോളോ ആയിട്ട് അണ്ണാക്കിലും കിട്ടി.